കഥയെഴുത് ജീവിതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ TV മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VK ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യ വിവാഹം മറച്ചുവെച്ച് തന്നെ വിവാഹം ചെയ്തു, ഇപ്പോൾ വീണ്ടും ആദ്യ ഭാര്യയോടൊപ്പമാണ് തൻ്റെ ഭർത്താവ് ജീവിക്കുന്നത് എന്ന പരാതിയുമായിട്ടാണ് ബിന്ദു ഇവിടെ വന്നിരിക്കുന്നത്. അവർക്ക് പറയാനുള്ള കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് ബിന്ദുവിനെയാണ്. ബിന്ദു വരും. ബിന്ദു ഇപ്പൊ എവിടുന്നാ വരുന്നേ? പോത്തൻകോട്. പോത്തൻകോട് ഇവിടെ അടുത്ത് തന്നെയല്ലേ? ട്രിവാൻഡ്രത്തിന്റെ അടുത്ത് തന്നെയാണല്ലേ? ജനിച്ചതും വളർന്നതൊക്കെ എവിടെയാ? ഇവിടെ തന്നെ, പോത്തൻകോട് തന്നെയാണ്. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 7 വരെ പഠിച്ചു. 7 വരെ. പിന്നെ എന്തേ പഠിച്ചില്ല? അന്ന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അച്ഛൻ കളഞ്ഞിട്ട് പോയി. പിന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോയി. ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. പിന്നെ അന്ന് പഠിക്കാൻ പറ്റിയില്ല. അന്ന് ജോലിക്ക് പോയി. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ജോലിക്ക് പോയി. എന്ത് ജോലി? അന്ന് കയറ് വിരിക്കലുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ജോലിക്ക് പോണു. മൂത്തത് ചേച്ചിയാണോ ഇല്ല നിങ്ങളാണോ? അല്ല, ഞാനാണ് മൂത്തത്. അനിയത്തി പഠിച്ചായിരുന്നു, 10 വരെ പഠിച്ചവള്. ആരാ ചേച്ചി? അനിയത്തി. നിങ്ങൾ 10 വരെ ആ കുട്ടിയെ പഠിപ്പിച്ചു. അമ്മ എന്തെങ്കിലും ജോലിക്ക് പോയി? അമ്മയും ഞാനുമാണ് കയറ് വിരിക്കാൻ പോയിരുന്നത്. നിങ്ങളപ്പോ പഠിക്കാൻ നല്ലോണം പഠിക്കുമായിരുന്നു? പഠിക്കാൻ മോഹം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. നടന്നില്ല. ഈ കല്യാണം എങ്ങനെയാ നടന്നത്? കല്യാണമായിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൂടെ ഇദ്ദേഹം വന്ന് നിന്ന് കുറച്ച് നാൾ നിന്ന്. ചേച്ചി എന്ന് പറയുമ്പോൾ വല്യമ്മേരെ മോള്. വല്യമ്മേരെ മോളെ ഭർത്താവിൻ്റെ കൂടെയാണ് ഇദ്ദേഹം വന്ന് ആ വീട്ടിൽ നിന്ന് ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴേ ജോലിയായിരുന്നു. അദ്ദേഹം എല്ലാ ജോലിക്കും പോകുമെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു വീട്ടു ജോലിക്ക് കയറ് പിരി ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വീട്ടു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ കണിയാരത്തൊരു വീട്ടു ജോലിക്ക് നിന്നിട്ട് അമ്മയെ കാണാൻ വേണ്ടി അവിടെ വന്നു. അന്ന് വീടും പെരേടോ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. അപ്പം എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് അമ്മ അനിയത്തി നിന്നത്. അങ്ങനെ അവിടെ താമസിച്ചിരുന്നപ്പോൾ ഞാൻ അമ്മ അനിയത്തിയും കാണാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്നാണ് എന്നെ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ച് കണ്ട് ഞാനങ്ങ് പോയി. പിന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ഈ കുട്ടി എനിക്ക് കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിച്ചെന്ന്. അങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, ഇങ്ങനെ അണ്ണൻ പറയുന്നത് നല്ല സ്വഭാവമാണ്, മദ്യപിക്കൂല, വേല ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പിന്നെ അമ്മ എല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് ഞങ്ങളെ കല്യാണം കഴിച്ച് അയക്കാനുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെല്ലാവരും വന്ന് വീണ്ടും എൻ്റെ കൂടെ ചോദിച്ച് അവനെ കൊണ്ട് വല്യമ്മേരെ മക്കളാണ്. ഇദ്ദേഹത്തിന് ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയനും ഉണ്ട്. ചേച്ചി തിരുമല താമസിക്കണം, പിന്നെ അനിയൻ കല്ലമ്പലത്തിൽ താമസിക്കുന്നത്. അപ്പൊ ചേച്ചി ഇല്ലായിരുന്നു. അമ്മയുണ്ട്, അച്ഛൻ ഇല്ല. അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്, അമ്മയ്ക്ക് സുഖമില്ല, ഇപ്പൊ സുഖമില്ല. അങ്ങനെയാണ് ചേച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് അവൻ വേല തരും,
എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അവര് എൻ്റെ ചേച്ചി നിങ്ങൾ സമ്മതിച്ചു, പല കാരണങ്ങൾ കൊണ്ട് സമ്മതിച്ചു. എന്നാലും നിങ്ങൾക്ക് ഈ മനുഷ്യനോട് ഇഷ്ടം തോന്നിയില്ല. ഇവരെല്ലാരും പറഞ്ഞതിന്റെ ഒരു ഇതില് നിർബന്ധത്തിന്റെ പേരിൽ മാത്രം അങ്ങനെ ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ എല്ലാരും പറഞ്ഞാലും മതി എന്നുള്ള പോലെ എല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എന്തായാലും ജീവിച്ചല്ലേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് ഞാൻ. എന്നാലും വിചാരിച്ചില്ല ഇദ്ദേഹത്തിനെ സ്നേഹിക്കാൻ പറ്റും എന്ന് വിചാരിച്ചല്ല പോണത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സ്നേഹമായി അങ്ങനെ വന്ന് ഞങ്ങളെ വീട്ടിൽ വെച്ച് തന്നെ, ചേച്ചിയുടെ വീട്ടിൽ വെച്ച് തന്നെ പിന്നെ പടത്തിൻ്റെ മുമ്പ് ഒരു വിളക്കും കത്തിച്ച് ഒരു താലി വാങ്ങിച്ച്, അത് താലി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എൻ്റെ കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നു, അതിൽ തന്നെയാണ് താലി കൊരുത്ത് വെച്ച് അവിടെ വെച്ച് കെട്ടി. അന്ന് രജിസ്റ്റർ ചെയ്യാനൊന്നും നിന്നില്ല, അന്നൊക്കെ അറിഞ്ഞൂടാ എന്താണ് എന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി, ആൾക്കാർ എന്നെ അങ്ങ് കൊണ്ടുപോയി. നാവായിക്കുളമാണ് സ്ഥലം, അവിടെ കൊണ്ടുപോയി. നാവായിക്കുളം കല്ലമ്പലം കഴിഞ്ഞ് നാവായിക്കുളം അവിടെ പോയി കുറച്ച് ദിവസമൊക്കെ അമ്മ നല്ലതായിരുന്നു. അമ്മ തന്നെ വിളക്കും തിരികെ കൊണ്ട് കയറ്റി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന് കുറേ നാളൊക്കെ ജീവിച്ചപ്പം അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മളവിടെ താമസിക്കുന്ന. ബിന്ദുവിന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് 24 വയസ്സുണ്ട്. 24ാമത്തെ വയസ്സിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ താമസിച്ചതും ജീവിച്ചതും. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് പ്രശ്നമൊക്കെ ആയി. ഞങ്ങളെ പ്രത്യേക പെട്ടെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ അമ്മ തനിച്ചാണ്, ആദ്യമേ അമ്മ തനിച്ചാണ് ജീവിക്കണത്. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ അനിയൻ കല്യാണം കഴിച്ചു. അമ്മ തന്നെയാണ് വിളക്കും തിരിയൊക്കെ വെച്ച് നിങ്ങളെ കയറ്റിയത്, അമ്മയിലേക്ക് കൊണ്ടുപോയത്. പിന്നെന്താ ഇഷ്ടമല്ലാതെ ആവാൻ? ഇഷ്ടമല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ചെന്ന് കയറുന്ന ഒരു റൂമും പിന്നെ ഒരു ചെറിയ അടുക്കളയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ അമ്മയ്ക്ക് ഞങ്ങൾക്കും താമസിക്കാൻ ഒരു സൗകര്യക്കുറവ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് നിങ്ങളോടുള്ള ഇഷ്ടക്കേടല്ല. ഇല്ല അങ്ങനെ ഒരു കുറച്ച് പിന്നെ നിങ്ങൾ പറയുന്ന കേട്ടപ്പോ നിങ്ങളോട് ഇഷ്ടക്കേട് തോന്നിയില്ല, അങ്ങനെയല്ല. അവിടുത്തെ സൗകര്യക്കുറവ് കൊണ്ട് മാറി താമസിച്ചു. പിന്നെ കൊണ്ടുപോയതിന്റെ അന്ന് ആ വീട്ടിലല്ല താമസിച്ചതും. വല്യമ്മേരെ ഈ ഇദ്ദേഹത്തിന്റെ വല്യമ്മേരെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചതെന്ന് വെച്ചാൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ നല്ല രീതിയിൽ താമസിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് പോവാണ്ണ ഇവിടുന്ന്, നമ്മളെ വീട്ടിൽ അവിടെ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന്. ഞാൻ കേൾക്കും, ഒരു തീരുമാനം അങ്ങനെ എടുക്കുന്ന ആളല്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ വന്ന് അങ്ങനെ മാറുന്ന പറഞ്ഞപ്പോ അമ്മയ്ക്ക് വിരോധമൊന്നും ഉണ്ടായില്ല, കാരണം ഇവിടെ സൗകര്യക്കുറവായിരുന്നു. ഇല്ല അല്ലല്ല. അങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി. ഞങ്ങൾ ഇവിടെ വന്ന് വാടക വീട്ടിൽ താമസിച്ച് ഒരു വർഷമായപ്പോൾ മോൻ ജനിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അന്വേഷിച്ച് കൊണ്ടുവന്ന് തന്നിരുന്നു. വേലയിൽ തരും മാഡം, ഈ വേലയിൽ തരും, നമ്മൾ അന്വേഷിക്കും. എൻ്റെ മക്കളെ നല്ലതുപോലെ തന്നെയാണ് 10 വർഷവും നോക്കിയത്. നിങ്ങൾ ജോലിക്ക് പോയിരുന്നു? ഞാൻ ഭർത്താവ് കൊണ്ടുപോയി കുറച്ച് നാളൊക്കെ ജോലിക്ക് പോകാമായിരുന്നു. പിന്നെ എൻ്റെ നാട്ടിൽ വന്ന് ഞാൻ ജോലിക്ക് പോയി. പിന്നെ ജോലിക്ക് ഞാൻ വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ അനിയത്തി അയച്ചായിരുന്നു. അനിയത്തി അയച്ചപ്പോഴൊക്കെ ഇദ്ദേഹം കൂടെ തന്നെയാണ് നിന്ന് അനിയത്തി 20,000 രൂപ ചെറുക്കന് കൊടുത്ത്. അപ്പോൾ അന്ന് അമ്മക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടിയായിരുന്നു അമ്മേരെ പേരിൽ. അത് വിറ്റാണ് അനിയത്തി അയച്ചത്. അന്ന് നമുക്ക് ഒരു പൈസയും അതിൽ നിന്ന് എടുക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് അനിയത്തി അത് വിറ്റാണ് അയച്ച് നല്ല രീതിയിൽ അയച്ച് ഇദ്ദേഹം തന്നെ ആ കടങ്ങളൊക്കെ തീർത്ത് അങ്ങനെയൊക്കെ നല്ല സ്വഭാവം എല്ലാമാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ജോലിക്കൊക്കെ പോയി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇപ്പം ഈ 10 വർഷമായി എന്നെ ഇദ്ദേഹം കല്യാണം കൊണ്ടുപോയിട്ട്. 2007 നിങ്ങളുടെ? അങ്ങനെ കൊണ്ടുപോയി നല്ല രീതിയിൽ നോക്കി. അപ്പം പിന്നെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി, പെരേടം കിട്ടി, വീട് വെച്ച് നല്ല രീതിയിൽ താമസിച്ച്. ഇദ്ദേഹം തന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു, കിണർ വെട്ടി, എല്ലാ കാര്യങ്ങളും ഞാനും ഭർത്താവും കൂടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വിടൂല, ഞാനും അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം ജോലിക്കൊന്നും പറഞ്ഞു പോകും. 10-20 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം വരാതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. വീട്ടിൽ ആദ്യം തൊട്ട് അങ്ങനെ ആയിരുന്നില്ല? അല്ലല്ല, ആദ്യം ഈ 10 വർഷം കൊണ്ടേ നല്ലതായിരുന്നു, നല്ല രീതിയിൽ തന്നെയാണ്. ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തായിരുന്നു, ഇദ്ദേഹം കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് കൊടുത്ത്. ഇദ്ദേഹം ഇതുപോലെ ജോലിക്ക് പോകും, കാണാനില്ല. 10-20 അതിപ്പോ ഈ പോയിട്ട് 10-20 ദിവസം കഴിഞ്ഞിട്ട് വരാ, അങ്ങനത്തെ ആ സ്വഭാവം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലം തുടങ്ങിയിട്ട്? അതും പിന്നെ ഇപ്പൊ 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 2 വർഷം 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. അപ്പൊ 2004 കല്യാണം? 2000 എത്രയെന്ന് അറിയില്ല, ആ ഡേറ്റ് എനിക്ക് അറിയില്ല മാഡം.
2004 13 വർഷം. മോന് 12 വയസ്സായി. അല്ല, കല്യാണം കഴിഞ്ഞ് 10 വർഷം തുടർച്ചയായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ടേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. 2 വർഷം, അതായത് ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തായിരുന്നു. അല്ല, അത് പരാതി കൊടുക്കാനുള്ള കാരണം ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പോവും. ഈ മൊബൈലുണ്ട് മാഡം, മൊബൈൽ ഉണ്ടെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആളിങ്ങനെ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ് പോയിട്ട് 10 ദിവസം വരാതിരുന്നത് എപ്പോഴാണ്? അത് 2 വർഷങ്ങൾക്ക് മുമ്പെയാണ്. അത് എവിടേക്ക് ജോലിക്ക് പോകണമെന്നാ പറഞ്ഞത്? ഇദ്ദേഹം പന്തലിൻ്റെ മണിക്ക് പോകും. ഈ ആർച്ചൊക്കെ കെട്ടാനും ഇതിനൊക്കെ പോകും. അപ്പം നൈറ്റ് പണി കാണും. അപ്പം നമ്മൾ വിചാരിക്കും അതായിരിക്കും 3-4 ദിവസമൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ആദ്യം 3-4 ദിവസം കഴിഞ്ഞ് വരും. പിന്നെ ആ ദിവസങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇതുപോലൊരു അന്വേഷണം ഉണ്ടായി. ഇദ്ദേഹം എവിടെയാണ് പോണത്, ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കും. നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കോള് വിളിക്കാറുണ്ട്, നമ്മൾ എവിടെയാണ്, മക്കൾ എന്ത് ചെയ്യുന്നു, അതൊന്നും അന്വേഷിക്കാറില്ല. വീട്ടിൽ നിന്ന് പോയാൽ നമ്മളെ കൂടെ ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സ്നേഹവും കാര്യവുമാണ്. പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അങ്ങനെ അന്വേഷിച്ചില്ല. ഇതുപോലെ ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ ഒരു മടി പോലെ വന്ന് ഞാൻ ചോദിച്ച് ഫോൺ ഇടണ ആരാണെന്ന് ചോദ്യം. അങ്ങനെ ഫോണൊന്നും ഒളിച്ചു വയ്ക്കില്ല. ഞാനും അണ്ണനും അങ്ങനെ തന്നെ ഒളിച്ചു വയ്ക്കൂല. ആര് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ അന്ന് മാത്രം ഫോണ് കൈ തരുന്നില്ല. അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഈ ഫോൺ ഇതാര് വിളിച്ചെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് നേരം വെളുപ്പിച്ച് തലയ്ക്ക് കിടക്കുന്ന തലയണയുടെ അടിയിൽ ഫോണും വെച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ആൾ ഉറങ്ങിപ്പോയപ്പോൾ ഈ ഫോൺ ഞാൻ എടുത്ത് ഈ നമ്പറിൽ തന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇന്നലെയൊക്കെ ഒരുപാട് സമയം ഈ ഫോണിൽ വിളിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞു അത് ഞാൻ പ്രകാശിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രകാശിൻ്റെ ഭാര്യ ഞാനാണല്ലേ, പിന്നെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, അതെൻ്റെ പേര്, ഇദ്ദേഹം എന്നെ ആദ്യം വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും മിണ്ടിയില്ല മാഡം. അപ്പോഴും ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കൂല, ഞാൻ പോകണമെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി പോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ എന്നെ എന്തിനു കെട്ടിയെന്ന് ചോദിച്ച് പിന്നെ വഴക്കായി. ഇതുപോലെ തന്നെ ഇങ്ങനെ വീണ്ടും ഗതി അത് തന്നെ. പിന്നെ ഫോണിൽ ഇങ്ങനെ വിളിക്കും, ഞാൻ കാണാതെ വിളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ പോയി വന്നപ്പം ഞാൻ വീണ്ടും ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഒരു പരാതി ഞാൻ പോത്തങ്കോട് സ്റ്റേഷനിൽ കൊടുത്ത്. അന്ന് പോയിട്ട് 20 അന്ന് 21 ദിവസം വരെ ഇദ്ദേഹത്തിൻ്റെ ഒരു അറിവുമില്ല. പിന്നെ ആയപ്പോൾ ഇതേപോലെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പോത്തങ്കോട് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ ഭർത്താവിനെ കാണാനില്ല, ഇത്രയും ദിവസം എന്ന് വെച്ചാൽ വണ്ടിയുണ്ട് ഇദ്ദേഹത്തിന്, വണ്ടിയും കൊണ്ട് പോകുന്ന ആളാണ്, എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് കാണാനില്ല, ഇദ്ദേഹത്തിന് അന്വേഷിക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലൊരു എന്ന് പറഞ്ഞൊരു സ്ത്രീ എൻ്റെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടെന്നൊരു അറിവുണ്ട് എന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് സ്ഥലം എവിടെയെന്ന് ചോദിച്ച്. അതാ ഞാൻ പറഞ്ഞ 5 എണ്ണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് 5 സ്റ്റേഷനിൽ കൊടുക്കുകയും ഞങ്ങൾക്ക് ഇവിടെ കൊടുത്തപ്പോൾ വിളിപ്പിച്ച്. പക്ഷേ ഇദ്ദേഹം വന്നില്ല. വരാതെ നിന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു ആട്ടോ പിടിച്ച് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ആട്ടോ ആ സ്ഥലത്ത് പോകണതിന് 1000 രൂപ വണ്ടി വാടക കൊടുക്കണം. അതും അത്ര ദൂരം 5 പുനലൂരെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ പോയി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബസ്സുണ്ട്, എനിക്ക് ഈ സ്ഥലം അറിഞ്ഞൂടാ, 5 എന്നേ അറിയാവോ, എവരെ സ്ഥലത്ത് പോകാനാണ് ഞാൻ പോയത്. എടാ ഈ സ്ത്രീയുടെ വീട്ടിൽ പോകാനാണ് പോയത് ഇദ്ദേഹത്തിനെ തിരക്കി. അങ്ങനെ പോയിട്ട് അവിടെ ചെന്നൊരു കടയിൽ ഞാൻ ചോദിച്ചു, ഒരു ബേക്കറിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആളിനെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ഇന്ന ഒരു സ്ഥലത്ത് താമസം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ച് അത് ഏരൂർ പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു പരാതി കൊടുത്ത് മെമ്പറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിവിടെ ഉണ്ട്, പ്രകാശ് കൂടെയാണെന്ന് മെമ്പർ പറഞ്ഞ്. അത് കഴിഞ്ഞ് പറഞ്ഞ് എനിക്ക് നാളെ വൈകിട്ടല്ല രാവിലെ 10 മണിക്ക് നിൻ്റെ ഭർത്താവുമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞ് വാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളിപ്പോൾ പോയി 10 മണിക്ക് അവരിവിടെ വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് അന്നും ആട്ടോ പിടിച്ച് അന്നും പോയി ഞാൻ. അന്നും 1000 രൂപ ആട്ടോ കൂലിയായി. അന്ന് അവിടെ ചെന്നപ്പം അവരെ എന്നെയും കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല, എന്ന് പറഞ്ഞാൽ ഈ അണ്ണനെ എനിക്ക് കളയാൻ പറ്റൂല, എന്ന് വെച്ചാൽ ഇത്രയും നമ്മളെ നല്ല രീതിയിൽ നോക്കിയിട്ട് ഒരു നിമിഷം എനിക്ക് കളയാൻ പറ്റൂല. ബിന്ദു എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികൾ.
ഇപ്പം ഞാൻ ഇവിടെ പരാതി കൊടുത്തത് എൻ്റെ മക്കൾക്ക് ചിലവിനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിനോട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ ഇതുപോലെ പോയി കൊണ്ടുവരുമെന്ന്, എന്നാലും പോവും, തിരിച്ച് വീണ്ടും പോവും. ഇപ്പോഴും അങ്ങനെയാണ് പോയത്. കല്യാണം കഴിച്ചതാണെന്നുള്ളത് ശരിയാണോ? അവിടെ ആരൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ചോദിച്ച് നിങ്ങളെ വിവാഹം കഴിച്ചതാണെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ പറഞ്ഞ് വിവാഹം കഴിച്ചതാണ്, നിയമപരമായി വിവാഹം കഴിച്ച്, പക്ഷേ ഒരു രേഖയും നമ്മളെ കയ്യിലില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ SI ചോദിച്ച് എങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ എങ്കിലും നിങ്ങളെ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇല്ലെന്ന്. പക്ഷേ എൻ്റെ കൂടെ വന്ന എല്ലാ ഇതും എൻ്റെ കൂടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു റേഷൻ കാർഡിൽ പോലും പേരില്ലായിരുന്നു. ഞാൻ കൂടെ വന്ന് റേഷൻ കാർഡിൽ എല്ലാ റെക്കോർഡും ഞാൻ ഉണ്ടാക്കി ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഇതെല്ലാം ഞാൻ ചെയ്ത്. പക്ഷേ ഇതെല്ലാം ജോലി ചെയ്ത് പൈസ ഒപ്പിച്ച് അങ്ങ് കൊണ്ടുപോകും. അങ്ങനെയാണ്. എന്ത് വണ്ടിയാണത്? ആക്റ്റീവ വാങ്ങിച്ച്. അത് പിന്നെ CC ഇട്ടാണ് എടുത്ത് അടച്ചു തീർന്നു. ഇപ്പം അടച്ചു തീർന്നപ്പോഴാണ് അതൊക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ എടുത്തത്. അങ്ങനെ അങ്ങ് പോയി. ഇപ്പം ഞാൻ ഇവിടെ പരാതി കൊടുത്തത് എൻ്റെ മക്കൾക്ക് ചിലവിനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിനോട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ ഇതുപോലെ പോയി കൊണ്ടുവരുമെന്ന്, എന്നാലും പോവും, തിരിച്ച് വീണ്ടും പോവും. ഇപ്പോഴും അങ്ങനെയാണ് പോയത്. എനിക്ക് രണ്ട് കാര്യം ഒന്ന് വ്യക്തമാക്കി തന്നാൽ മതി. ആ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ എത്ര മക്കളുണ്ട്? അതിൽ മോൾക്ക് 20 വയസ്സായ മോളും 16 ഇപ്പം +1 പഠിക്കണമെന്ന് മോയ്. അപ്പൊ ആദ്യം ആ സ്ത്രീനെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അവര് രേഖകളൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. അല്ല, അത് ഉറപ്പാണ്, എല്ലാവരും പറയുന്ന അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ രേഖകളൊന്നും വെച്ചാൽ ആദ്യം നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ കല്യാണ ഫോട്ടോ എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ അവരൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ ഇല്ലാതെയായി എന്നുള്ളത് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും പറയുന്നു 10-20 വർഷമായിട്ട് 10-20 വർഷം മുമ്പ് ഈ സ്ത്രീനെ അവർ കല്യാണം കഴിച്ചതാണ്, അതിലാണ് ഈ 2 മക്കളും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് കാരണം കൊണ്ടാണ് അത്ര അയാൾ ആ സ്ത്രീയിൽ നിന്നും വിട്ടുപിരിഞ്ഞ് നിങ്ങളുടെ വല്യമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നത്? അതിപ്പം ഞങ്ങൾ ചോദിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹമുള്ള നിങ്ങൾ പിന്നെ എന്തിന് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മക്കളെ ഈ പാതി വഴിയിലാക്കിയെന്ന് ഞാൻ ചോദിക്കുക തന്നെ. അപ്പോഴ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്ത്രീ അവർ പിന്നെ ഈ 2 കുട്ടികളെയും കൊണ്ട് അന്ന് ഈ 2 കുട്ടികളെയും കൊണ്ട് വേറൊരാളിൻ്റെ കൂടെ പൊക്കളഞ്ഞത് കൊണ്ട് അവൾ ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പിണങ്ങിയാണ് ഞാൻ വന്ന. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ആ വീട്ടിൽ കയറൂല എന്ന് പറഞ്ഞ് ഇറങ്ങിയ വീടാണ്. പിന്നെ ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇനി അദ്ദേഹത്തിനെ അറിയാവോ എന്താണ് കാര്യങ്ങളെന്ന്? എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ മേഡം. അല്ല, എങ്ങനെ അവിടെ എത്തിയെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞാല് എങ്ങനെ അവിടെ എത്തി എന്ന് ബോധമില്ലാതെയാണോ? ബോധം. അപ്പം ഞാൻ ചോദിക്കണം, അങ്ങനെ എത്തി അതാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാതെ നിങ്ങൾ അവിടെ പോയാന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നീട് ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞ് മോളിങ്ങനെ ഫോൺ വിളിച്ച് ആരോ നമ്പർ കൊടുത്തെന്ന്, ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് നിന്നിട്ട് ഇങ്ങനെ വിളിക്കണത് കൊണ്ട് ഞാൻ ഈ ഫോൺ 2 പ്രാവശ്യവും 2 ഫോണും ഞാൻ അടിച്ച് പൊട്ടിച്ചു. അത് ശരിയല്ല, ചെയ്തെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയാൽ ഇദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. പിന്നെ ഒരു ഫോൺ, അപ്പോൾ ഈ ഫോൺ കയ്യിരിക്കുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന ഫോണിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് 2 ഫോണും അടിച്ചു പൊട്ടിക്കും, ഞാൻ തന്നെ വീണ്ടും മായ്ച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എവിടെയെങ്കിലും പോയാൽ എനിക്ക് അറിയണ്ടേന്ന് പറഞ്ഞ് വീണ്ടും ഇപ്പോഴും അതുപോലെ മായ്ച്ചു കൊടുത്തതാണ് ഒരു ഫോണ്. വീണ്ടും അത് തന്നെ ഗതി. എത്ര വർഷം? 3 വർഷമായിട്ട് ഇത് തന്നെയാണ്. ഇതാണ് ഗതി. ഈ ഫോൺ ഇങ്ങനെയാണ് സ്വിച്ച് ഓഫ് പോണത്. പോട്ട് മേഡം, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷനിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞ് 2 കുടുംബം നോക്കാമെന്ന് ഇദ്ദേഹം അവിടെ എഴുതി വെച്ച്, ആരൂർ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചാണ് ഞാൻ പറഞ്ഞ് എന്തായാലും എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം എന്നും പറഞ്ഞ്. എന്നിട്ടും അന്ന് എൻ്റെ കൂടെ വന്നില്ല. അന്ന് നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇല്ല. എന്ന് പറഞ്ഞ സ്ത്രീയും കുട്ടികളും അയാളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ബിന്ദു കൂടെ താമസിക്കാൻ തയ്യാറായി. പക്ഷെ പിന്നീടും അയാൾ തിരിച്ചു വന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പരാതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ കൂടെ പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അണ്ണാ നിങ്ങൾക്ക് ഉണ്ടായ മക്കളാണ്, ആ മക്കൾക്ക് കൊടുക്കണേൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. അതുകൊണ്ട് അണ്ണ ആ മക്കൾക്ക് ചിലവിന് കൊടുത്തോ, പക്ഷെ ആ വീട്ടിൽ ഒരു ദിവസം പോലും ഉറങ്ങാൻ പാടില്ല എന്നൊരു നിബന്ധന ഞാൻ വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടമല്ല മേഡം, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട.
2 കുടുംബം നോക്കിയ ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. ഭർത്താവിനെ പങ്കുവയ്ക്കാൻ താല്പര്യമില്ല? ഇല്ല എന്ന് പറഞ്ഞാൽ ആരോടെയാണ് അദ്ദേഹത്തിന് താമസിക്കാൻ ഇഷ്ടം, അവരോട് ജീവിക്കാം. 2 കുടുംബത്തിലൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ന്യായമായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപ്പം ഇതിലിപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ. ആദ്യം കല്യാണം കഴിച്ചത് നിയമപരമായിട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവും അവരുടെ അടുത്ത് ഇല്ല എന്ന് പറയുന്നതാണ് വലിയ ഒരു അത്ഭുതം. കാരണം അത് ആദ്യത്തെ കല്യാണം പ്രേമവിവാഹമായിരുന്നു. അല്ലല്ല, ഇദ്ദേഹത്തിന്റെ സഹോദര വീട്ടിലാണ് ഇദ്ദേഹം ആദ്യം നിന്ന് അവിടെ നിന്നാണ് ഇദ്ദേഹം ജോലി പഠിച്ചത്. ഇദ്ദേഹത്തിന്റെ അമ്മ എന്തു പറയുന്നു? അമ്മ, ഞാൻ പറഞ്ഞ അമ്മയുടെ കൂടെ ഞാൻ ഇപ്പം അമ്മയെ കാണാൻ പോവാറില്ല എന്ന് വെച്ചാൽ ഇപ്പം ഇദ്ദേഹം പോയിട്ട് വന്ന് ഇപ്പോഴൊരു പ്രശ്നം. ഇങ്ങനെ പ്രശ്നമുണ്ട്. 2-3 വർഷം മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ അമ്മയോട് ചോദിച്ചോ? എൻ്റെ അമ്മയോട് അല്ല, അമ്മാവിയരോടാ. അമ്മാവിക്ക് ഇഷ്ടമല്ല അവര് പറയണെന്ന് വെച്ചാൽ അന്ന് അവള് എൻ്റെ മോനെ കളഞ്ഞതല്ലേ, പിന്നെ അവൾ ഒരു പാവപ്പെട്ട കുട്ടിയെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിന് വീണ്ടും അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അല്ല, ആയിട്ടൊരു കല്യാണം നടന്നിരുന്നു അല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രകാശിന്റെ അമ്മ സമ്മതിച്ചോ? അമ്മ സമ്മതിച്ചു. ഇപ്പോഴും ഈ പ്രശ്നമൊക്കെ വന്നപ്പോ അവര് സമ്മതിച്ചു. ഈ 10 കൊല്ലം നിങ്ങൾ മാറി താമസിച്ചിരുന്നല്ലോ, അപ്പൊ ഈ അമ്മാവിയായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു? നല്ല അടുപ്പത്തിലായിരുന്നു. അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ ആ വീട്ടിലല്ലല്ലോ, അല്ല വേറെ താമസിക്കുകയാണെങ്കിലും അടുപ്പമുണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാന്ന് വിളിച്ചു പറയും, ഞാൻ പോവും, അമ്മയെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ നോക്കി. എന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ ഇട്ടിട്ട് എനിക്ക് ആ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റൂല മേഡം. അതുകൊണ്ട് ഞാൻ അവരെ പോയി കൊണ്ടുവന്ന് ആശുപത്രി കാണിച്ച് അസുഖം ഭേദമാകുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെ അവരങ്ങ് വിടും. പിന്നെ ഒരു ദിവസം ഒരിക്കൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒരു അസുഖമൊക്കെ കുറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഇളയ മോൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയി. പിന്നെ കല്ലമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ ഒരു കടയിൽ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞൊരു ആട്ടോ വിളിച്ചുകൊണ്ട് വരട്ടെ അമ്മ ഇരിയെന്ന് പറഞ്ഞിട്ട് ആട്ടോ വിളിക്കാൻ പോയാലും കൊണ്ട് ഈ അമ്മയെ കാണാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.